ഹായ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് 2 ചാപ്റ്റർ 2 തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ തന്നെ ഇതിലെ യൂണിറ്റ് 2 ആയിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. കൺസിഡറേഷൻ നമ്മൾ പുതുതായി കേൾക്കുന്ന വാക്കല്ല, നമ്മൾ ആൾറെഡി ചാപ്റ്റർ 1 പരിചയപ്പെട്ട ആളാണ് കൺസിഡറേഷൻ എന്ന് പറയുന്ന ടേം. അതിനെ ഒന്നുകൂടെ വിശാലമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ. ഈ കാണുന്ന ടോപ്പിക്സ് ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത്, ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, യെസ്. അതിന് നമുക്ക് എന്താണ് കൺസിഡറേഷൻ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്താ കൺസിഡറേഷൻ എന്ന്? കൺസിഡറേഷൻ ഈസ് ദ പ്രൈസ്. അതെന്താ ഒരു പ്രൈസ് ആണ് ടു ബി പെയ്ഡ് ബൈ ദ പ്രോമിസി. പ്രോമിസി കൊടുക്കുക എന്നുള്ളത് ദ ഒബ്ലിഗേഷൻ ഓഫ് ദ പ്രോമിസർ. എന്താ പറയുക, പ്രോമിസറുടെ ഒബ്ലിഗേഷൻ. അതായത് നമ്മള് ചാപ്റ്റർ 1 പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. 1,00,000 രൂപയ്ക്ക് ഞാൻ നിങ്ങളുടെ കാറ് മേടിക്കുക എന്ന് പറയുമ്പോൾ 1,00,000 രൂപയാണ് അവിടുത്തെ അഗ്രീഡ് പ്രൈസ്. അതാണ് അവിടുത്തെ കൺസിഡറേഷൻ. ഓക്കെ, ഇനി കൺസിഡറേഷൻ മിസാവി ക്യൂരി എന്ന് പറയുന്ന ഒരാളുടെ ഡെഫിനിഷൻ ആണ്. എന്താണ് കൺസിഡറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ വാല്യുബിൾ കൺസിഡറേഷൻ ഇൻ എ സെൻസ് ഓഫ് ലോ. ലോയില് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മേ കൺസിസ്റ്റ് ഇൻ സം റൈറ്റ്. ചിലപ്പോൾ റൈറ്റ് ആയിരിക്കും. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവകാശം. ഇപ്പൊ നോക്കട്ടെ, നമ്മൾ ആ കാറിന്റെ കേസ് തന്നെ 1,00,000 രൂപ നിങ്ങൾക്ക് ഒരു കൺസിഡറേഷൻ തരുമ്പോൾ നിങ്ങൾ എനിക്ക് തരുന്നത് എന്താ? ആ കാറിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്ന റൈറ്റ് അല്ലട തരുന്നത്. ഓക്കെ, യെസ്. അതെന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ ആയിരിക്കും. അവകാശങ്ങൾ കൺസിഡറേഷൻ ആയിട്ട് വരും. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും കിട്ടുന്ന ലാഭങ്ങൾ അല്ലെങ്കിൽ ബെനഫിറ്റ്സ് എന്നാണ് ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻട്രസ്റ്റ് ഇതായിട്ട് വരാം. പ്രോഫിറ്റ് കൺസിഡറേഷൻ ആയിട്ട് വരാം. ബെനഫിറ്റ്, എന്തെങ്കിലും ബെനഫിറ്റ് കൺസിഡറേഷൻ ആയിട്ട് വരാം. അക്കോർഡിംഗ് ടു വൺ പാർട്ടി ഫോർ ദ ഫോർബിയറൻസ് ഡിറ്റർമിൻഡ് ലോസ് or responsibility given, suffered or undertaken by the promisee. ചിലപ്പോൾ ഒരാൾക്ക് എന്താ പറയുക, ഒരാൾക്ക് ചെലവ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും പരസ്പരം എന്തായാലും കൺസിഡറേഷൻ, ഒരു കോൺട്രാക്റ്റിൽ മിനിമം 2 കൺസിഡറേഷൻ ഉണ്ടാവും. ഓക്കെ, കൺസിഡറേഷൻ മസ്റ്റ് ആണ്. അപ്പോഴാണ് കോൺട്രാക്ട് എന്താവുള്ളൂ, കോൺട്രാക്റ്റ് ആയി മാറും. ഓക്കെ, ഇനി അത് അയാൾ പറഞ്ഞ ഡെഫിനിഷൻ ആണ്. പക്ഷെ നമ്മുടെ സെക്ഷൻ 2D നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. When at the desire of the promiser, പ്രോമിസറുടെ ഡിസയറിനനുസരിച്ച്. ആരാണ് പ്രോമിസറുടെ ഡിസയറിനനുസരിച്ച്? ദ പ്രോമിസി. ആരാണ് പ്രോമിസി? ഓഫററും ഓഫറി. ഓർമ്മയുണ്ട? യെസ്. അതേപോലെ പ്രോമിസറും പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്. ഒന്നല്ലെങ്കിൽ ചെയ്യുക, കൺസിഡറേഷൻ ചെയ്യുക എന്നുള്ളത് എന്താണ്? നമ്മള് ചെയ്യാന്നുള്ളത് എന്താണ്? കൺസിഡറേഷൻ ആണ്. ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതും എന്താവും? കൺസിഡറേഷൻ ആവും. സപ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? കൺസിഡറേഷൻ എന്താന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും, കാരണം അത് നമ്മൾ ഒരുപാട് കോമൺ ആയിട്ട് കാണും. പക്ഷെ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, ചെയ്യാതിരിക്കലും ചിലപ്പോൾ കൺസിഡറേഷൻ ആവും. നോക്കിക്കോ, ഇപ്പൊ ഒരാള് ഒരു ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ പങ്കെടുക്കുമ്പോൾ അയാളുടെ ഓപ്പണന്റിന് അയാൾ 1,00,000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ ഡാൻസിൽ എന്ത് ചെയ്യരുത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചാൽ എന്താ? അയാൾ ചെയ്യാതിരിക്കുന്നതാണ് അയാൾ ചെയ്യുന്ന കൺസിഡറേഷൻ. ഇയാൾ 1,00,000 കൊടുക്കുന്നത് കൺസിഡറേഷൻ, അയാൾ തിരിച്ച് ചെയ്യാതിരിക്കുന്നത് എന്താ? ഒരു കൺസിഡറേഷൻ. അപ്പൊ അങ്ങനെയും വരാം. ഓക്കെ, ഫ്രം ഡൂയിങ് or does or abstains from doing, promises to do or abstain from doing such act or abstinence. ഒന്നല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അബ്സ്റ്റിനൻസ്, ചെയ്യാതിരിക്കുക. ഓക്കെ, ഓർ പ്രോമിസ് ഈസ് കോൾഡ് കൺസിഡറേഷൻ ഓഫ് ദ പ്രോമിസ്. അങ്ങനെയാണ് എന്ത് പറയുന്നത്? പ്രോമിസിന്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ അതിനൊന്നുകൂടെ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കുകയാണ്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ആൻ ആക്ട് ഡൂയിങ് സംതിങ്. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. അതിന് 2 എക്സാമ്പിൾസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. പിന്നെ അബ്സ്റ്റിനൻസും എന്ത് തന്നെയാണ്? അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, അതും എന്തായിട്ട് വരാം? കൺസിഡറേഷൻ ആയിട്ട് വരാം. നമ്മുടെ അഭിഷേക് പ്രോമിസസ് ഭാരതി നോട്ട് ടു ഫയൽ സ്യൂട്ട് അഗെയിൻസ്റ്റ് ഹിം. അയാൾക്കെതിരെ കേസ് കൊടുക്കരുതേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി. അപ്പൊ ആ കൊടുക്കാതെ ഇരിക്കുക എന്ന് പറയുന്നതാണ് എന്ത്? അബ്സ്റ്റിനൻസ്, ചെയ്യാതിരിക്കുക. കൺസിഡറേഷൻ മെയ്ഡ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. പ്രോമിസറുടെ മസ്റ്റ് ബി അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ഇപ്പൊ നോക്കടാ, നിങ്ങള് കാർ എനിക്ക് തരാന്ന് പറഞ്ഞു. ഓക്കെ, യെസ്.
അതെന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളാണ് അപ്പോ ഞാനെന്ന് പറയുന്നത് നോക്കണേ, ഞാനാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാറ് മേടിക്കാന്ന് പറഞ്ഞത്. കണ്ടോ, ഞാൻ 1 ലക്ഷം പറഞ്ഞ ആ 1 ലക്ഷം തന്നെ ആയിരിക്കണം എന്ത് അതിന്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അത് പിന്നീട് എന്താ പറയാ വാല്യൂ കുറയുകയോ കൂട്ടുകയോ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഡിസയർ ഓഫ് ദ പ്രോമിസറുടെ ഡിസയറിനനുസരിച്ചായിരിക്കണം എന്ത് കൺസിഡറേഷൻ ഉണ്ടാവേണ്ടത്. ദ കൺസിഡറേഷൻ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഒന്നല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1 ലക്ഷം രൂപ തരും. ഓക്കെ, അല്ലെങ്കിലോ ഞാൻ പറഞ്ഞിട്ടുള്ള വേറൊരാൾ, ഒന്നല്ലെങ്കിൽ പ്രോമിസി, ഞാനല്ല പ്രോമിസി നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞത്, നിങ്ങൾ പ്രോമിസർ, ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൈസ തരും, അല്ലെങ്കിൽ ഞാൻ പറയപ്പെട്ടിട്ടുള്ള വേറൊരാൾ, ഞാൻ വേറൊരാളോട് പറഞ്ഞോട് അതിൻ്റെ 1 ലക്ഷം കൊണ്ടു കൊടുക്കും. കണ്ടോ? അപ്പോ ഒന്നല്ലെങ്കിൽ പ്രോമിസ് തരും, അല്ലെങ്കിൽ എനി അതർ പേഴ്സൺ, വേറെ ആർക്കും കൊടുക്കാം. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ പ്രസന്റ് ആവാം, പാസ്റ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. ചിലപ്പോൾ നിങ്ങൾ കാറ് തന്നിട്ടുണ്ടാവില്ല, ഭാവിയിലായിരിക്കും കാറ് തരുന്നത്. അപ്പൊ ഞാനിപ്പോ കൺസിഡറേഷൻ തരും. അങ്ങനെ വെച്ചാൽ എന്താ, പ്രസന്റ് തരും. ചിലപ്പോൾ ആ 1 ലക്ഷം ഭാവിയിലായിരിക്കും തരാന്ന് പറഞ്ഞത്, അങ്ങനെ വെച്ചാൽ അത് ഫ്യൂച്ചർ. ചിലപ്പോൾ ആൾറെഡി തന്നിട്ടുണ്ടാവും, അങ്ങനെ വെച്ചാൽ പാസ്റ്റ്. ഓക്കെ, കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോമിസ്, പെർഫോമൻസ് ഓഫ് ദ പാർട്ടി എക്സ്ചേഞ്ച് വിച്ച് ഈച്ച് അതർ. ഒന്നല്ലെങ്കിൽ പ്രോമിസ് അങ്ങോട്ടും ഉണ്ടാവും ഇങ്ങോട്ടും ഉണ്ടാവും കേട്ടോ. ഓരോരുത്തർക്ക് മാത്രമായിട്ടല്ല പ്രോമിസ് ഉണ്ടാവും, 2 ഭാഗത്തുനിന്നും ഉണ്ടാവും. ഓക്കെ, ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട്, ഇപ്പൊ ഞാൻ 1 ലക്ഷം നിങ്ങൾക്ക് തരാന്ന് പറയുമ്പോൾ ഞാനത് ഒരു പ്രോമിസ് ചെയ്യാണ്. നിങ്ങൾ അവിടുന്ന് കാറ് തരാന്ന് പറയുന്ന മറ്റൊരു പ്രോമിസ് ആണ്. പെർഫോമൻസ് ഓഫ് ദ പാർട്ടീസ് എക്സ്ചേഞ്ച്. ഇനി അപ്പൊ അതാണ് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഏതിന്റെ ഡെഫിനിഷൻ? നമ്മുടെ കൺസിഡറേഷൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ഇനിയും അടുത്തൊരു ടോപ്പിക്കാണ് ലീഗൽ റൂൾസ് റിഗാർഡിങ് കൺസിഡറേഷൻ. ഇത് നിങ്ങൾ വ്യക്തമായിട്ടും നോക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. സോ നോക്കട്ടെ, ലീഗൽ റൂൾസ് റിഗാർഡിങ് കൺസിഡറേഷൻ എന്താണെന്ന് നോക്കിക്കോ. കുറെ റൂൾസ് ഉണ്ട്, നമ്മൾ ഡെഫിനിഷൻസ് ഒന്ന് കിട്ടിയിട്ടുള്ള പല പല റൂൾസ് തന്നെയാണ് എന്ത് ചെയ്തത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയ്ക്കൊന്ന് സ്ക്രീൻ ഒന്ന് പോയതാ. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ലീഗൽ റൂൾസ്. ഫസ്റ്റ് വൺ നോക്കടാ, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. പ്രോമിസറുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കൺസിഡറേഷൻ വേണ്ടത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡി ഡിഫൻഡഡ് പ്രോമിസ് ടു പേക്ക് കൊടുക്കാന്ന് പറഞ്ഞു, പ്ലെയിൻറ്റിഫ് ആണ്. എ സെർട്ടൈൻ കമ്മീഷൻ, ഒരു കമ്മീഷൻ കൊടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, ഓൺ ദ ആർട്ടിക്കിൾസ് വിച്ച് വുഡ് ബി സോൾഡ് ടു ദ through their agency in market. The market was constructed by P at the desire of the C, and not desire of the D was not bound to pay it without consideration and hence void. So നോക്കിക്കോ, D promised to pay to P. D Pക്ക് കൊടുക്കാന്ന് പറഞ്ഞു. എ സെർട്ടൈൻ കമ്മീഷൻ, കുറച്ച് കമ്മീഷൻ എന്താണെന്ന് അറിയാലോ. യെസ്, കമ്മീഷൻ കൊടുക്കാന്ന് പറഞ്ഞു. എന്തിന്റെ ഇതില്, വിച്ച് വുഡ് ബി സോൾഡ് ത്രൂ ദെയർ ഏജൻസി. എന്ത് ആർട്ടിക്കിൾസ് വിച്ച് ചെയ്തു, കുറച്ച് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ലഘുലേഖകൾ. ആർട്ടിക്കിൾസ് അങ്ങനെ അയാളുടെ ഏജൻസി വഴി വിൽക്കുന്നതിന് അയാൾ ഒരു എമൗണ്ട് കൊടുക്കാൻ പറഞ്ഞു, കമ്മീഷൻ കൊടുക്കാന്ന് പറഞ്ഞു. ആർക്ക്? ഡി ടു പിക്ക്. ഓക്കെ, but in a market, okay, market was constructed by P at the desire of the C. പക്ഷെ ആ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത് ഡിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, അത് സിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ആൻഡ് നോട്ട് ദ ഡിസയർ ഓഫ് ദ ഡി പറഞ്ഞ പോലെ അല്ല എന്ത് ചെയ്തത് ആ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി വാസ് നോട്ട് ടു ബൗണ്ട് ടു പേ ആസ് ഇറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. അവിടെ പണ്ട് അയാൾക്ക് കിട്ടേണ്ട കൺസിഡറേഷൻ കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ആ കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് വോയിഡ് ആണ്. ഓക്കെ ആണല്ലോ. യെസ്, ആർ സേവ്സ് ആർ, അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കിയേ. ആർ സേവ്സ് എസ് ഗുഡ്സ് ഫ്രം വിത്തൗട്ട് ബീങ് ആസ്ക്ഡ് ടു ഡു സോ. ആർ cannot demand any reward from his service as the acting being done voluntary. സോ നോക്കടാ, ആർ എന്ത് ചെയ്തു, സേവ് ചെയ്തു എസിന്റെ ഗുഡ്സ് ഫ്രം അല്ലെങ്കിൽ ഫയറിനോ തീന്നോ എന്തെങ്കിലും ഒന്ന് എന്ത് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാൾ അങ്ങനെ ഒരു ആക്ട് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അതിന് കൺസിഡറേഷൻ, അയാൾക്ക് അയാളുടെ പൈസ ചോദിക്കാൻ പറ്റുമോ?
പറ്റൂല. കാരണം അത് അയാളുടെ എന്താണ് ബാധ്യതയാണ് അങ്ങനെ ചെയ്യുക എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? നശിച്ചു പോകുന്ന അയാളുടെ എന്താണ് ഒരു എമർജൻസി, അതിനെന്ത് ചെയ്യാൻ പറ്റൂല, കൺസിഡറേഷൻ ചോദിക്കുക. ആർ കനോട്ട് ഡിമാൻഡ് എനി റിവാർഡ്, ഒരു റിവാർഡ് എന്ത് ചെയ്യാൻ പറ്റൂല, ചോദിക്കാൻ പറ്റൂല. അത് തന്നാ മേടിക്കുക, പക്ഷെ അല്ലാതെ നമുക്ക് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ പറ്റില്ല. പക്ഷെ അയാൾക്ക് അങ്ങനെ സേവ് ചെയ്യാൻ എന്തെങ്കിലും ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചെലവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാതെ നമുക്ക് അത് ഒരു സർവീസ് ആയിട്ട് അതിനൊരു പൈസക്ക് വേണ്ടിയിട്ട് ചോദിക്കല് പാടില്ല. അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഓക്കെ. അപ്പൊ കൺസിഡറേഷൻ എന്താണ്? ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ ആണ്. പ്രോമിസർ എന്താണോ പറഞ്ഞത്, ഞാൻ ഇപ്പൊ ഒരു കാറ്, ഞാൻ പറഞ്ഞ 1,00,000 റുപ്യക്ക് തന്നൊരു കാറ് വന്നു, നിങ്ങൾ തന്ന കാറ് വേറെ ഒന്നാണെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഞാൻ 1,00,000 തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞ കൺസിഡറേഷൻ അല്ല നിങ്ങൾ തന്നത്, വേറെ ഏതോ കാറാണ്. ഓക്കെ. ഇനി കൺസിഡറേഷൻ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. കൺസിഡറേഷൻ എവിടുന്ന്? ഒന്നല്ലെങ്കിൽ പ്രോമിസിക്ക് എന്ത് ചെയ്യും, പ്രോമിസി എന്ത് ചെയ്യും, കൺസിഡറേഷന് തരും. ഓക്കെ. പ്രോമിസി ആണ് സാധാരണ, അല്ല പ്രോമിസറും പ്രോമിസി എന്ത് ചെയ്യും, കൺസിഡറേഷൻ പ്രോമിസർ കൊടുക്കും. അല്ലെങ്കിലോ ഓർ എനി അതർ പേഴ്സൺ, വേറെ ആർക്കും ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കൺസിഡറേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. നമുക്ക് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഓക്കെ. എക്സാമ്പിൾ നോക്കിക്കോ. An old lady made a gift of her property to her daughter with the direction to pay a certain money to the maternal uncle by the way of annuity. So നോക്കണം, an old lady, ഒരു പ്രായമുള്ള ഒരു സ്ത്രീ, made a gift to her property, അയാളുടെ പ്രോപ്പർട്ടിന്ന് to her daughter, അയാളുടെ ഡോട്ടറുടെ വേണ്ടിയിട്ട് കൊടുത്തു. ഓക്കെ. വിത്തൗട്ട് ഡയറക്ഷൻ ടു പേ സർട്ടൻ മെറ്റേണൽ ആന്റി. എന്തിന്? വിത്ത് എ ഡയറക്ഷൻ ടു പേ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വിത്ത് ഒരു ഓൾഡ് ലേഡി ആണ് ഇങ്ങനെ ഫിഗർ ആയിട്ട് വരച്ചേക്കുന്നത്. ഓൾഡ് ലേഡി ആർക്ക് കൊടുത്തു? ഡോട്ടറിന് കൊടുത്തു. എന്ത്? ഒരു പ്രോപ്പർട്ടി എഴുതി കൊടുത്തു. ഓക്കെ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇത് നമുക്ക് ഇനി ആവശ്യമുണ്ട്. ചിന്നയ്യ VS രാമയ്യ എന്ന് പറയുന്നത് 1882 ഉണ്ടായ ഒരു കേസാണ്. സോ നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇത് നമുക്ക് വേറുള്ളതിലൂടെ യൂസ്ഫുൾ ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ ഈ ഓൾഡ് ലേഡി എന്തെങ്കിലും ഡോട്ടറിന് ഒരു പ്രോപ്പർട്ടി, എന്താണ് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ടു പേ സെർട്ടൈൻ സം ഓഫ് മണി ടു ദ മെറ്റേണൽ അങ്കിൾ. മെറ്റേണൽ അങ്കിളിന് കുറച്ച് പൈസ കൊടുക്കണം എന്നുള്ള ഒരു കണ്ടീഷനാണ് അവിടെ. മെറ്റേണൽ അങ്കിൾ എന്ത്? ബൈ വേ ഓഫ് ആനുവിറ്റി. ആനുവിറ്റി ആകുമ്പോൾ മാസം ഒക്കെ ഇങ്ങനെ കൊടുക്കൂലേ, അതിനാണ്. അപ്പൊ ഈ ഡോട്ടർ ആർക്ക് കൊടുക്കണമായിരുന്നു? ആനുവിറ്റി. അപ്പൊ ഇവര് ഈ കൊടുക്കുന്ന പ്രോമിസി ഇത് നോക്കണം. ഇവിടെ എന്താ പറയാ, ഓൺ ദ സെയിം ദ ഡോട്ടർ എക്സിക്യൂട്ടഡ് റൈറ്റിംഗ് ഫേവർ ഓഫ് ദ ബ്രദർ അഗ്രീയിങ് ടു പേ ആനുവിറ്റി. The daughter did not, however, pay the annuity. The uncle sued to recover it. It was there was a sufficient consideration for the uncle to recover the money from the doctor. ഓക്കെ. ഇവിടെ നോക്കടാ, ഇവിടെ എന്താ ഓൾഡ് ലേഡി പ്രോമിസ് കൊടുക്കണം. ഇവിടെ പ്രോമിസർ ആരാ? ഓക്കെ. ഇവിടെ നോക്കണേ, ഇവിടെ നോക്കുമ്പോ നോക്കേ, നമ്മൾ എന്താ പറഞ്ഞത്? കൺസിഡറേഷൻ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഒന്നല്ലെങ്കിൽ പ്രോമിസി കൊടുക്കാം. ഓക്കെ. യെസ്. ഇവിടെ നോക്കണേ, ഇയാള് പ്രോപ്പർട്ടി കൊടുക്കണം. ആര്? ഓൾഡ് ലേഡി ടു ഡോക്ടർ. പക്ഷെ ഈ ഡി എന്ന് പറഞ്ഞ പ്രോമിസി ഒന്നല്ലെങ്കിൽ പ്രോമിസർക്ക് കൊടുക്കാം, അല്ലെങ്കിലോ എനി അതർ പേഴ്സണിലോട്ട് കൺസിഡറേഷൻ കൊടുക്കാം. ഓക്കെ. കൺസിഡറേഷൻ രണ്ട് സ്ഥലത്ത് നിന്ന്, ഒന്നല്ലെങ്കിൽ പ്രോമിസി അല്ലെങ്കിൽ ഓർ എനി അതർ പേഴ്സൺ, വേറെ ഏത് പേഴ്സൺ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആ കൺസിഡറേഷൻ മൂവ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസ് മനസ്സിലായല്ലോ. ചിന്നയ്യ VS രാമയ്യ. ഇവിടെ നോക്കണ, ഈ ഡോക്ടർ ശരിക്കും ആരുമായിട്ടാണ് കോൺട്രാക്ട് ഉള്ളത്? ഈ ഓൾഡ് ലേഡി ആയിട്ടാണ് കോൺട്രാക്ട് ഉള്ളത്. അപ്പോ ഈ ഓൾഡ് ലേഡിക്കാണ് എന്ത് അന്യൂറ്റി കൊടുക്കണം എന്ന് പറഞ്ഞത്. ഈ അന്യൂറ്റി വേറൊരാൾക്കാണ് എന്ത് ചെയ്തത്? മൂവ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൺസിഡറേഷൻ മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺസിഡറേഷൻ അവരിന്ന് കൺസിഡറേഷൻ വരാൻ പറ്റും എന്നാണ് അവിടെ പറഞ്ഞത്. ഇനി കൺസിഡറേഷന് എക്സിക്യൂട്ടഡ് ആവാം, അല്ലെങ്കിൽ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. ഓക്കെ. എ കൺസിഡറേഷൻ വിച്ച് കൺസിസ്റ്റ് ഇൻ ദ പെർഫോമൻസ് ആസ് ആൻ ആക്ട് ടു ബി എക്സിക്യൂട്ടഡ്. ചിലപ്പോൾ അത് എക്സിക്യൂട്ടഡ് ആവാം, അല്ലെങ്കിലോ അത് എക്സിക്യൂട്ടറി ആവാം.
ഓക്കെ, ചിലപ്പോൾ ആൾറെഡി പൈസയാണെങ്കിൽ പൈസ കൊടുത്തിട്ടുണ്ടാവില്ല, കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ടഡും, അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെ എക്സിക്യൂട്ടറി എന്ന് പറയും. എക്സാമ്പിൾസ് നോക്കാം. എ പേസ് 5,000 ടു ബി പ്രോമിസ്ഡ് ടു ഡെലിവർ ഹിം എ സെർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് ദ വീറ്റ് വിത്തിൻ എ മന്ത്. ഒരു മാസത്തിന്റെ ഉള്ളിൽ കുറച്ച് ഗോതമ്പ് വീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. എത്ര രൂപക്ക്? 5,000 രൂപ. ഇൻ ദിസ് കേസ് എ പേസ് ദ എമൗണ്ട് വേഴ്സ് ബി merely makes a promise. Therefore, the consideration paid by A is executed. ഇവിടെ പൈസ കൊടുത്തു, അതുകൊണ്ട് ഇതിനെ എക്സിക്യൂട്ടഡ് എന്ന് പറയാ. Whereas the consideration possible executory ഉണ്ടാവും. പക്ഷെ ബി കൊടുത്ത പ്രോമിസ് എന്താ? അയാളെ ഇപ്പൊ കൊടുത്തിട്ടില്ല, അയാൾ ഇനി ഒരു മാസത്തിന്റെ ഉള്ളിൽ വീട്ട് കൊടുക്കുകയേ ചെയ്യുള്ളൂ, അത് ഫ്യൂച്ചറിലാണ് നടക്കാൻ പോകുന്നത്. അതിനെ നമ്മൾ എന്ത് പറയും? എക്സിക്യൂട്ടറി എന്ന് പറയും. പാസ്റ്റിൽ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? എക്സിക്യൂട്ടഡ് എന്ന് പറയും. അപ്പൊ കൺസിഡറേഷൻ ഒന്നല്ലെങ്കിൽ എക്സിക്യൂട്ടഡ് ആവാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണെങ്കിൽ എക്സിക്യൂട്ടറി ആവാം. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. മനസ്സിലായിട്ടുണ്ടാവും. പ്രസന്റ് ആവാം, പാസ്റ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. എക്സാമ്പിൾസ് നോക്കി ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തൊരിതാണ്. ഇത് പലപ്പോഴും 2 മാർക്കിനൊക്കെ ആയിട്ട് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ്. അഡിക്വേറ്റ് ആവണമെന്നൊന്നുമില്ല കൺസിഡറേഷൻ. സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ രണ്ടിലും ഒരു വീട് നമ്മൾ എന്ത് ചെയ്യാണ്? കച്ചവടത്തിന് വെച്ചു. ഞാനും നിങ്ങളും ഇപ്പൊ റിലേറ്റീവ്സ് ആണെന്ന് വിചാരിച്ചു. എം ഞാന്, നിങ്ങൾ യു. ഓക്കെ, യെസ്. നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു എന്താ പറയാ, ഈ ഒരു വീടിന്റെ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് 10 ലക്ഷമാണെന്ന് വിചാരിച്ചു. ഇത് എത്രയാണ്? 10 ലക്ഷം. പക്ഷെ നമ്മളൊരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ പറഞ്ഞു എനിക്കത് എത്ര രൂപക്ക് തരാം? 5 ലക്ഷം രൂപക്ക് തരാന്ന് പറഞ്ഞു. ഓക്കെ, യെസ്. അപ്പൊ നോക്കണ, ശരിക്കും ഈ 10 ലക്ഷം രൂപയുടെ സാധനം നിങ്ങൾ എത്ര രൂപയ്ക്ക് എനിക്ക് തരുന്നത്? 5 ലക്ഷം. അപ്പൊ ഇത് അഡിക്വേറ്റ് കൺസിഡറേഷൻ ഉണ്ടോ? അഡിക്വേറ്റ് എന്ന് പറഞ്ഞാൽ മതിയായ കൺസിഡറേഷൻ ഇതിലുണ്ടോ? ഇല്ല. 10 ലക്ഷത്തിന്റെ വെറും 5 ലക്ഷം രൂപക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ അഡിക്വേറ്റ് അല്ല എന്നുണ്ടെങ്കിലും ആ കൺസിഡറേഷൻ എന്താണ്? വാലിഡ് ആണ്. കൺസിഡറേഷൻ ഓക്കെ ആണ്, കുഴപ്പമില്ല. ഓക്കെ, യെസ്. ഇവിടെ നോക്കിക്കോ. എക്സ് പ്രോമിസ്ഡ് ടു സെൽ ഹൗസ് 60 lakhs. 60 ലക്ഷത്തിന്റെ രൂപ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ 60 ലക്ഷം രൂപയുടെ സാധനം 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നത്. The adequate price itself shall not render the transaction void unless the party pleads that transaction made under the coercion. കൊയേഷൻ, ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും പറ്റില്ല. അതുപോലെ തന്നെ അണ്ടർ ഇൻഫ്ലുവൻസ് ഓർ ഫ്രോഡ്, തട്ടിപ്പടത്തിയിട്ടൊന്നും ഇങ്ങനെ 10 ലക്ഷം രൂപയുടെ സാധനം മേടിക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് പ്രൈസിനേക്കാൾ ആൾക്കാർ കുറഞ്ഞു കൊടുക്കാൻ പല പല റീസൺസ് ഉണ്ട്. അത് കൊയേഷനോ പേടിപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 5 ലക്ഷം രൂപക്ക് മേടിക്കാൻ തയ്യാറായത് അങ്ങനെ പറ്റൂല. അങ്ങനെ വെച്ചാൽ അത് വോയിഡാണ്. ഓക്കെ, പക്ഷെ അങ്ങനെ അല്ലാതെ നിങ്ങൾ ഒരു കോൺട്രാക്റ്റിൽ ഇങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതെന്താണ്? വാലിഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അത് കഴിഞ്ഞു. അതാണ് അടുത്തൊരു റൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പെർഫോമൻസ് ഓഫ് ദ വൺ ലീഗലി ടു ബൗണ്ട് ടു പെർഫോം. എന്താണ് പെർഫോം ചെയ്യേണ്ടത്? ദ പെർഫോമൻസ് ഓഫ് ആൻ ആക്ട് ബൈ എ പേഴ്സൺ ഹൂസ് ലീഗലി ടു പെർഫോം ദ സെയിം കനോട്ട് ബി കൺസിഡറേഷൻ ഫോർ എ കോൺട്രാക്ട്. ഓക്കെ, ഇവിടെ ലീഗലി പെർഫോം ചെയ്യേണ്ടത് അതെന്താകാൻ പറ്റില്ല, അതൊരു കോൺട്രാക്റ്റ് ആക്കി വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ലീഗലി പെർഫോം ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എ പ്രോമിസ് ടു പേ 2,000 to a doctor over the fees is invalid as it is the duty of the doctor to give a treatment for his normal fees. നോക്കടാ, എ പ്രോമിസ് ചെയ്യണം എന്ത്? ടു പേ 2,000 to a doctor. ഒരു ഡോക്ടറിന് ഫീസും കൊടുക്കണം, പിന്നെ ഈ 2,000 അഡീഷണലും കൊടുക്കണം എന്നാണ്. കാരണം ഫീസ് കൊടുക്കുന്നതിലൂടെ തന്നെ അയാൾ ആ ഡോക്ടർ എന്ന് പറയുന്ന സർവീസ് നമുക്ക് തരേണ്ടതാണ്. അത് അയാളുടെ ഡ്യൂട്ടിയാണ്. അയാളുടെ ലീഗലി അയാൾ ബോണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് ലീഗലി അയാൾ തരിക എന്ന് പറയുന്നത് നിർബന്ധമാണ്. അങ്ങനെ ഒരു സമയത്താണ് അഡീഷണൽ പിന്നെ 2,000 രൂപ ചോദിക്കുക എന്ന് പറയുന്നത്. ഈ 2,000 ചോദിക്കുക എന്ന് പറയുന്നത് ഇൻവാലിഡ് ആണ്. മനസ്സിലായോ? അങ്ങനെ വാലിഡ് അല്ല, അങ്ങനെ പാടില്ല. ഇവിടെ എന്താ പറഞ്ഞേ? പെർഫോം ഓഫ് വാട്ട് ഈസ് ലീഗൽ. അത് ആൾറെഡി അയാൾ ലീഗൽ ബൗണ്ട് ആണ് ആൾറെഡി ചെയ്യുന്നത്. അപ്പൊ അതൊരു കൺസിഡറേഷൻ ആയിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ, ഇതൊരു എക്സാമ്പിൾ ആണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ, ഇവർക്കുള്ള കൺസിഡറേഷൻ ആര് കൊടുക്കുന്നുണ്ട്?
ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് വരും ഫ്രീ ആയിട്ട് കൊടുത്താലേ ഇവർക്ക് തരും. അത് അവർ ലീഗലി പോണ്ടാണ്. ഈ ഗവൺമെന്റ് ഡോക്ടർ അഡീഷണലി വീണ്ടും രോഗികളിൽ നിന്നും വീണ്ടും ഒരു ഫീസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ എന്താ, അതെന്ന് പറയുന്നത് ഇൻവാലിഡ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ കൺസിഡറേഷൻ ആയിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം കൺസിഡറേഷൻ ആൾറെഡി അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വീണ്ടും അതിന്റെ മുകളിൽ വേറെ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വാലിഡ്. അത് വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് കൺസിഡറേഷൻ മസ്റ്റ് റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷണറി. റിയൽ ആയിരിക്കണം, അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അല്ലാതെ ഇല്യൂഷണറി എന്താ പറയുക, ഇങ്ങനെ ഒരു സ്വപ്നം ഒന്നും ആവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് എ മാൻ പ്രോമിസസ് ടു ഡിസ്കവർ എ ട്രഷർ ബൈ മാജിക്. ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ വീണ്ടും കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. എന്ത് ചെയ്യുക, മാജിക്കിലൂടെ നിധി കണ്ടെത്തി തരാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, എന്താ പറയാ, അങ്ങനത്തെ ഉള്ള ഇതൊന്നും എന്താ, അതൊക്കെ ഇലൂഷണറി, അങ്ങനെ ഒന്നും നടക്കൂല. മനസ്സിലാവും? ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, എന്താ പറയാ, സൂര്യനിലോട്ട് കൊണ്ടുപോവാന്നൊക്കെ പറയുന്നത് അല്ലെ. സൂര്യൻ റിയൽ ആണ്, പക്ഷെ സൂര്യനിലോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആണോ? അല്ല. അപ്പൊ അങ്ങനത്തെ ഒന്നും ഇല്ലൂഷണറി അല്ലെങ്കിൽ നോട്ട് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്തായിട്ട് കൊടുക്കാൻ പാടില്ല, കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കാൻ പാടില്ല. Consideration must not unlawful or immoral or opposed to public way. ABC ലിമിറ്റഡ്. ഇനി എന്താ, കൺസിഡറേഷൻ നോട്ട് അൺലോഫുൾ, എന്താ നിയമപരമായിട്ട് തെറ്റാൻ പാടില്ല കൺസിഡറേഷൻ. സപ്പോസ് കഞ്ചാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺസിഡറേഷൻ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇമ്മോറൽ എന്ന് പറഞ്ഞാൽ ധാർമ്മികക്ക് നിരക്കാത്തതാവാൻ പാടില്ല. ധാർമ്മികതക്ക് നിരക്കാത്താവാൻ പാടില്ല. അല്ലെങ്കിൽ ഒപ്പോസ്റ്റ് പബ്ലിക് പോളിസി, കുറെ പബ്ലിക് പോളിസികളുണ്ട്, ആ പബ്ലിക് പോളിസിക്ക് എതിർക്കുന്ന തരത്തിലാവാൻ പാടില്ല. എക്സാമ്പിൾ നോക്കിക്കോ, ABC ലിമിറ്റഡ് പ്രോമിസ് ടു ഗിവ് എ ജോബ് മിസ്റ്റർ എക്സ്. ABC ലിമിറ്റഡ് എന്ത് ചെയ്യുന്നു, എക്സിന് ഒരു ജോബ് കൊടുക്കാൻ പറഞ്ഞു. ഇൻ എ ഗവൺമെന്റ് ബാങ്ക് അഗൈൻസ്റ്റ് പേയ്മെന്റ് ഓഫ് 50,000 ഈസ് വോയിഡ് പ്രോമിസ് ഒപ്പോസ്റ്റ് പബ്ലിക് പോളിസി. ഇവിടെ നോക്കണേ, ഗവൺമെന്റ് ബാങ്കിലേക്ക് അവരെന്ത് ചെയ്യാണ്, 50,000 രൂപ മേടിച്ചു. ഇപ്പൊ PSC വഴിയൊക്കെ അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പോസ്റ്റ് എന്താ നടക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ജോബ്സിൽ. സോ അവിടെ 50,000 രൂപ എന്ത് ചെയ്യുക, കൈക്കൂലി മേടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവരെ അയാളെ എൻട്രി ചെയ്യിക്കുന്നത്. അതെന്താ, നമ്മുടെ പബ്ലിക് പോളിസി, പബ്ലിക്കിൽ നമ്മൾ ഒരുപാട് പോളിസീസ് നിയമങ്ങൾ കൊണ്ടുനടക്കേണ്ടത്, അതിനെതിരാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഇൻവാലിഡ് ആണ്. മനസ്സിലായത്? വാലിഡ് അല്ല, അത് ഇൻവാലിഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ അതാണ് എന്ത് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ പാലിച്ചുള്ള കൺസിഡറേഷനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കൺസിഡറേഷൻ ആവും. ഇതാണ് ലീഗൽ റൂൾസ്. ഇതാണ് ലീഗൽ റൂൾസ് റിഗാർഡിങ് ടു കൺസിഡറേഷൻ. ഇതിൽ ഞാൻ മുമ്പ് ചോദിച്ചതായിട്ട് കണ്ടിട്ടുള്ളത്, ഇത് ചോദിച്ചിട്ടുണ്ട്, നോട്ട് അഡിക്വേറ്റ്, ഒരു സെന്റൻസ് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് 2 മാർക്കിനൊക്കെ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനത്തെ ഒരു 2 മാർക്ക് ഇവിടുന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കിലോട്ട് അടുക്കാണ്, സ്യൂട്ട് ബൈ എ തേർഡ് പാർട്ടി ടു എ കോൺട്രാക്ട്. നോക്കിക്കോ, ത്രൂ ദ അണ്ടർ ദ ഇന്ത്യൻ കോൺട്രാക്ട് 1872 the consideration for an agreement may proceed from a third party. The third party cannot sue the contract. എടാ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം എന്താ പറയാ, ഈ കോൺട്രാക്റ്റിൽ ഇല്ലാത്ത ഒരാൾക്ക് കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റൂല. ഞാനും നിങ്ങളും തമ്മിലാണ് പ്രശ്നം എന്ന് വിചാരിക്കും, എനിക്ക് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാം, നിങ്ങൾക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാം. ഓക്കെ, നമ്മൾ രണ്ടാളെ കോൺട്രാക്ട് ഉള്ള ഫസ്റ്റ് പാർട്ടി, സെക്കൻഡ് പാർട്ടി. മൂന്നാമത്തെ ഒരു പാർട്ടി, നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഏതോ ഒരു മനുഷ്യൻ വന്നിട്ട് നമുക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും, നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഏതിന്റെ ബേസിസിൽ, ഈ കോൺട്രാക്റ്റിന്റെ ബേസിസിൽ പറ്റില്ല. അപ്പൊ നോക്കി, അങ്ങനെ ഒരു തേർഡ് പാർട്ടി നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് പ്രകാരം കേസ് കൊടുക്കാം. സ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അല്ലെങ്കിൽ കേസ് കൊടുത്താൽ അത് നിൽക്കൂല. ഒരു എക്സാമ്പിൾ നോക്കാം. P who's indebted to Q. P എന്ത് ചെയ്തിട്ടുണ്ട്, ക്യൂന് കുറച്ച് കൊടുക്കുന്നുണ്ട്. സെൽ ഹിസ് പ്രോപ്പർട്ടി ടു R. എന്തിന്? R പ്രോമിസ് ടു പേ ഓഫ് ദ ഡെപ്റ്റ് എമൗണ്ട് ടു Q. ഓക്കെ, ഈ Q എന്ത് ചെയ്യുന്നു, സെൽ ഹിസ് പ്രോപ്പർട്ടി. അയാൾ എന്ത് ചെയ്യുന്നു, P who's indebted to Q. P കുറച്ച് എമൗണ്ട് കൊടുക്കാനുണ്ട്. സോ നോക്കിക്കോ, കൃത്യമായിട്ട് മനസ്സിലാക്കണം. നോക്കട്ടെ, P എന്ത് ചെയ്തു, P
കുറച്ച് പൈസ ആർക്ക് കൊടുക്കാനുണ്ട്? ക്യൂന് കൊടുക്കാനുണ്ട്. ഓക്കെ, പി ആർക്ക് കൊടുക്കാനുണ്ട്? ക്യൂന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ പിയുടെ അടുത്ത് അത് പൈസയൊന്നുമില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാളുടെ പ്രോപ്പർട്ടി സെല് ചെയ്യാൻ വിചാരിച്ചു. ആർക്ക്? ആറിന്. ആറ് പിക്ക് പറയും ചെയ്തു. ആറ് പിന്നോട് പറഞ്ഞു. പി എന്ത് ചെയ്തു? പിയുടെ പ്രോപ്പർട്ടി ആർക്ക് കൊടുത്തു? ആറിന് കൊടുത്തു. ആറ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം, ക്യൂടെ പൈസ ഉണ്ടല്ലോ, ഈ പി കൊടുക്കാനുള്ള കടം, അത് ആര് കൊടുക്കാന്ന് പറഞ്ഞു. ആറ് കൊടുക്കാൻ പറഞ്ഞു. കഥ മനസ്സിലായോ? യെസ്. അപ്പൊ ഇതിൽ നോക്കടാ, സപ്പോസ് ഇതില് ക്യൂ പ്രോപ്പർട്ടി, പി ആറിന് പ്രോപ്പർട്ടി കൊടുത്തു, പക്ഷെ ആറ് തിരിച്ച് പൈസ ക്യൂന് കൊടുത്തില്ല. അപ്പൊ ഈ ഒരു കേസിൽ ക്യൂ എന്ന് പറയുന്നത് ആരാ? ഒരു തേർഡ് പാർട്ടിയാണ്, അല്ലെ? ഇവര് തമ്മിലുള്ള കോൺട്രാക്റ്റില് പുറത്തത്തെ ഒരാളാണ് ആര്? ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കേസില് ആർ ഈസ് എ ഉണ്ടോ ഇൻ ദിസ് സിറ്റുവേഷൻ ക്യൂ ഹാസ് നോ റൈറ്റ് ടു സ്യൂ ആസ് അഗൈൻസ്റ്റ് ആർ. ക്യൂന് ആറിനെതിരെ കേസ് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ കൊടുത്തതിനാൽ നിൽക്കൂല. ആസ് ദ ആർ ഈസ് ദ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. അപ്പൊ ഈ പിയും ആറും തമ്മിലുള്ള കോൺട്രാക്റ്റില് ക്യൂ എന്ന് പറയുന്നത് എന്താ? ഒരു സ്ട്രേഞ്ചർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നോക്കടാ, അപ്പൊ അത് ക്യൂ എന്ന് പറയുന്ന സ്ട്രേഞ്ചർ ആണ്. അല്ലെങ്കിൽ നോക്കടാ, ഈ പിയും ക്യൂവും തമ്മിലുള്ളതില് ആർ എന്താണ്? സ്ട്രേഞ്ചർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ അതാണെന്ന് പറയുന്നത് ഈ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രേഞ്ചർക്ക്, ഒരു കോൺട്രാക്റ്റിലെ സ്ട്രേഞ്ചർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു കോൺട്രാക്റ്റില് പേയ്മെന്റ് അല്ലെങ്കിൽ സ്യൂ ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാൻ സാധ്യമല്ല. The aforesaid rule, the stranger of a to contract cannot be sued, is known as doctrine of privity of contract. ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. ഇപ്പൊ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്താ പറയുന്നത് മനസ്സിലായോ? ഒരു കോൺട്രാക്റ്റില് സ്ട്രേഞ്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്യൂ ചെയ്യാൻ പാടില്ല അതിൽ ഏത് പാർട്ടി. ഓക്കെ, സ്ട്രേഞ്ചർക്ക് കേസ് കൊടുക്കാൻ പാടില്ല. ഇതിനാണ് എന്ത്? ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ആണ്. ഹൗവർ certain exceptions, ഈ ഡോക്ട്രിൻ ഓഫ് എന്താ കോൺട്രാക്ട് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റില് കുറച്ച് എസംഷൻസ് ഉണ്ട്, ചില ഒഴിവുകഴിവുകളുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. താഴെ പറയുന്നതൊക്കെ അതിന്റെ ഒഴിവുകഴിവുകളാണ്. അതായത് ആ എസംഷൻസ് ഒഴിവേ ഉള്ളതിലൊക്കെ തേർഡ് പാർട്ടിക്ക്, താഴെ പറയുന്ന കേസസിൽ ഒഴികെ, അത് പാടില്ല. കാരണം ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? തേർഡ് പാർട്ടിക്ക് കൊടുക്കാൻ പറ്റും. ഏതൊക്കെ കേസസിലാണ് തേർഡ് പാർട്ടിക്ക് ഒരു കോൺട്രാക്ടർ തമ്മിലുള്ളതില് സ്യൂ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്. സോ അതിൽ ഫസ്റ്റ് വന്ന അപ്പൊ എക്സെപ്ഷൻസ് ടു ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകും. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻ ദ കേസ് ഓഫ് ട്രസ്റ്റ്. ഇൻ ദ കേസ് ഓഫ് ട്രസ്റ്റ്, എ ബെനിഫിഷ്യറി can enforce his right under the trust through the was not to party to contract between the settled and the trustee. നോക്കിക്കോ, ഇപ്പോ നമ്മള് ചിന്നയ്യ നേരത്തെ കഴിഞ്ഞ ഒരു കേസില്ലേ, നേരത്തെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഒരു കേസ് ഞാൻ പറഞ്ഞു. ഓക്കെ, ചിന്നയ്യ വി എസ് രാമയ്യ, ഈ ഒരു കേസ് അതിനൊരു എക്സാമ്പിളാണ്. ഇവിടെ നോക്കിക്കോ, നേരത്തെ കേസില് ആ ചിന്നൈ ഡാമൻസിൽ നോക്കടാ, ഒരു ഓൾഡ് ലേഡി എന്ത് ചെയ്യുന്നു? ഡോട്ടറിനോട് പ്രോപ്പർട്ടി കൊടുക്കാന്ന് പറയുന്നു. എന്തില്? ഒരു അങ്കിളിന് എന്ത് കൊടുക്കണം? ആനിറ്റി കൊടുക്കണം. ഓക്കെ, ആനിറ്റി കൊടുക്കണം. അപ്പൊ നോക്കടാ, ഇവിടെ ശരിക്കും ആരൊക്കെ തമ്മിലാണ് കോൺട്രാക്ട്? ഓൾഡ് ലേഡിയും ഡോട്ടറും തമ്മിൽ. അതായത് ഓൾഡ് ലേഡി പ്രോപ്പർട്ടി ആർക്ക് കൊടുക്കുന്നു? ഡിക്ക് കൊടുക്കുന്നു. ഡി ആനിറ്റി ആർക്ക് കൊടുക്കുന്നു? ഒരു അങ്കിളിന് കൊടുക്കുന്നു. ഓക്കെ, ഒരു തേർഡ് പാർട്ടി കൊടുക്കും. ഇവിടെ നോക്കിക്കോ, അപ്പൊ ഈ ശരിക്കും ആരൊക്കെ തമ്മിലെ കോൺട്രാക്ട് ആപ്പ് ഉള്ളത്? ഓൾഡ് ലേഡിയും അതുപോലെ തന്നെ ഡോക്ടറും. പക്ഷെ ഇങ്ങനത്തെ കേസിൽ ഈ നമ്മുടെ ഈ അന്യൂറ്റി കിട്ടുന്ന ഒരു അങ്കിൾ ഉണ്ടല്ലോ, യെസ്, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോൺട്രാക്റ്റിനെതിരെ സ്യൂ ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. ഓക്കെ, സപ്പോസ് ഈ ഓൾഡ് ലേഡി ഡിക്ക് പ്രോപ്പർട്ടി കൊടുത്തു, ഡി ഇവർക്ക് എന്തെയില്ല, അന്യൂറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് കേസ് കൊടുക്കാൻ പറ്റും. ഇവർ ഈ കോൺട്രാക്റ്റിൽ ഇല്ല എങ്കിൽ കൂടെ ഇവർക്ക് കേസ് കൊടുക്കാൻ കാരണം. അതാണ് ഇൻ കേസ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബെനഫിറ്റ്സ്, അതായത് ഇവിടെ ഈ ഒരു അങ്കിളിന് ബെനഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ, ആ ബെനഫിറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ബെനഫിറ്റ് ആർക്കാണോ കിട്ടുന്നത്
ആ ബെനിഫിറ്റ് അഥവാ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റിനെതിരെ സീവ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ ഈ ഇൻഡിവിജ്വൽ ഈ ഒരു കോൺട്രാക്റ്റിൽ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസാണ് ഇൻ ദ കേസ് ഓഫ് എ ഫാമിലി സെറ്റിൽമെന്റ്. നോക്കിക്കോ, ഇവിടെ എക്സാമ്പിളിൽ നോക്കാം. 2 brothers X and Y agreed to pay allowance of 20,000 to mother on the partition of the joint properties. നോക്കടാ, അവരുടെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്തു, പാർട്ടീഷൻ ചെയ്തു. അങ്ങനെ എക്സും വൈയും പാടെ രണ്ടുപാടെ അവർ ഒരുമിച്ച് ഇത്ര രൂപ കൊടുക്കാന്ന് പറഞ്ഞു. അവരുടെ മദറിന് 20,000 കൊടുക്കാന്ന് പറഞ്ഞു. ബട്ട് ലേറ്റർ, കുറച്ചു കാലത്തിന് ശേഷം, ദേ ഡിസൈഡ് ടു അബൈഡ് ഇറ്റ്, അവരെന്ത് ചെയ്തു, അത് അവോയ്ഡ് ചെയ്തു. അവര് എന്ത് ചെയ്തു, ഡിനൈഡ്, അവരെന്ത് ചെയ്തു, നിഷേധിച്ചു ടു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെൽപ് ദെയർ മദർ ആൾദോ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്, ഓക്കെ, ക്യാൻ റിക്വയർ ദെയർ സൺസ് ഫോർ ദ അലവൻസ്. അപ്പൊ നോക്കിക്കോ, ഇവിടെ ആരൊക്കെ ശരിക്കും തമ്മിലുള്ള കോൺട്രാക്ട്, എക്സും വൈയും തമ്മിലുള്ള കോൺട്രാക്ട് ആണ്. അവരുടെ പാർട്ടീസ് എന്ത് ചെയ്തു, അവരുടെ പ്രോപ്പർട്ടീസ്, ജോയിന്റ് പ്രോപ്പർട്ടീസ് അവര് ഇത് ചെയ്തത്. അപ്പോ ഇവർ രണ്ടാളും കൊടുക്കാന്ന് പറഞ്ഞതായിരുന്നു മദറിന് 20,000. ഓക്കെ, യെസ്, 20,000. പക്ഷെ ഇവര് തമ്മിൽ, അപ്പൊ ഇവിടെ എക്സും വൈയും ആയിട്ടാണ് ഇവിടെ എന്ത് കോൺട്രാക്ട്. അപ്പൊ നോക്കടാ, ഇതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടുന്നുണ്ട്, മദറിന്. അപ്പൊ ഇങ്ങനത്തെ ഫാമിലി സെറ്റിൽമെന്റ് ഉണ്ടാവും. ഓക്കെ, ആ ഫാമിലി സെറ്റിൽമെന്റിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ തേർഡ് ഈ മദറിന് വേണമെങ്കിൽ ഇവർക്കെതിരെ കേസ് കൊടുക്കാം. ഓക്കെ ആണല്ലോ, യെസ്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കാവ്യയുടെയും ദിലീപിന്റെയും ആ കുട്ടികൾക്കെതിരെയുള്ള, കുട്ടികൾക്ക് ഒരു എമൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാരന്റ്സിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും. കാരണം ഫാമിലി സെറ്റിൽമെന്റിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി ഇൻ കേസ് ഓഫ് സെർട്ടൈൻ മാരേജ് കോൺട്രാക്ട്സ് അറേഞ്ച്മെന്റ്സ്, അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, എന്താ പറയാ, ദിലീപിന്റെയും കേസ് എടുത്തിടാൻ പറ്റും. അങ്ങനത്തെ മാരേജ് അറേഞ്ച്മെന്റ്, മാരേജ് ആയിട്ട് റിലേറ്റഡ് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളിലും എന്ത് ഇടാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കാവ്യയുടെയും ദിലീപിന്റെയും മോളാണ് ആര്, ശ്രീലക്ഷ്മി. അപ്പൊ നമ്മുടെ ഈ കാവ്യയും ദിലീപും തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് എത്താണ്, മോൾക്ക് മാസം ഇത്ര രൂപ, ഇപ്പൊ 10,000 രൂപയാണെന്ന് വിചാരിച്ചു, ഞാൻ എക്സാമ്പിൾ പറയാണ്, 10,000 രൂപ ഇവർക്ക് ഇപ്പൊ മെയിൻ്റെനൻസ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു വിചാരിച്ചു. ആരൊക്കെ തമ്മിൽ അഗ്രിമെന്റ്, കാവ്യം ദിലീപ്. ഇങ്ങനെ സെറ്റിൽ ചെയ്തു കോടതിയിൽ. ഇങ്ങനെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് ഈ 10,000 രൂപ ദിലീപ് കൊടുക്കണം എന്നാണ് പറഞ്ഞത് വിചാരിച്ചു. അപ്പൊ ദിലീപ് 10,000 രൂപ കൊടുക്കണം വെച്ചാൽ ദിലീപ് കൊടുത്തില്ല പൈസ. അങ്ങനെയാണെങ്കിൽ ഈ എന്താ പറയാ, മകളായിട്ടുള്ള ശ്രീലക്ഷ്മിക്ക് ആർക്കെതിരെ കേസ് കൊടുക്കാം, ഇവർക്കെതിരെ കേസ് കൊടുക്കാം. കാരണം എന്താ, ഇത് ഫാമിലി സെറ്റിൽമെന്റ് കേസ് ആയതുകൊണ്ട് ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, നോക്കിക്കോ, മിസ്റ്റർ എക്സ് വൈഫ് ഡിസേർഡ് ഹിം ഫോർ ദ ഇൽ ട്രീറ്റിംഗ് മിസ്റ്റർ എക്സ്. അതേപോലത്തെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. യെസ്. ഇനി ഇൻ ദ അസൈൻമെന്റ് ഓഫ് എ കോൺട്രാക്ട്, എന്താണ് അസൈൻമെന്റ് ഓഫ് എ കോൺട്രാക്ട് നോക്കിക്കോ. മിസ്റ്റർ, ഇതൊക്കെ ഒരേ രൂപത്തിലുള്ള കുറെ കോൺട്രാക്ട്സുകൾ കേട്ടോ. നോക്കിക്കോ, ഇതിന്റെ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മിസ്റ്റർ അങ്കിത് ശർമ്മ ഹാസ് അസൈൻഡ് ഹിസ് ഇൻഷുറൻസ് പോളിസി ടു യുവർ സൺ. മിസ്റ്റർ അങ്കിത് ശർമ്മ എന്ത് ചെയ്തു, അയാളുടെ ഇൻഷുറൻസ് പോളിസി ആരുടെ പേരിൽ എഴുതി വെച്ചു, സണ്ണിന്റെ പേരിൽ എഴുതി. നോ സൺ കെയിം ഈവൻ ഇഫ് ദ ഹി വാസ് നോട്ട് ടു പാർട്ട് ഓഫ് ദി കോൺട്രാക്ട്. ശരിക്കും അപ്പൊ ഇവിടെ ആര് തമ്മിലെ കോൺട്രാക്ട്, ഇവിടെ അങ്കിത്തും ഇൻഷുറൻസ് കമ്പനി തമ്മിലാണ് കോൺട്രാക്ട്. എന്ത്, അതായത് ഇവരുടെ ഇൻഷുറൻസ് എമൗണ്ട് പിന്നെ ആർക്ക് കൊടുക്കണം, അങ്കിത്തിന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സണ്ണിന് കൊടുക്കണം. അപ്പൊ ഇവർ ആരൊക്കെ തമ്മിലാണ് ശരിക്കും കോൺട്രാക്ട്, അങ്കിതും അതുപോലെ തന്നെ ആ ബാങ്ക് ഓണർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ബാങ്കും തമ്മിൽ, അല്ലെങ്കിൽ എന്താ പറയാ ഇൻഷുറൻസ് കമ്പനിയാണ് തമ്മിലാണ് കോൺട്രാക്ട് ഉള്ളത്. പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടി, ഇതിന്റെ അസൈൻമെന്റ്, ഈ ഒരു ബെനിഫിറ്റ് ആർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സണ്ണിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സണ്ണിന് ആർക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റും, ഇവർക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അക്നോളജ്മെന്റ് ഓർ എസ്റ്റോപ്പ്.
നോക്കിക്കോ. ഓക്കെ, വേർ നോക്കിക്കോ എന്താണ് അക്നോളജ്മെന്റ് അല്ലെങ്കിൽ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാവും. ഇഫ് എൽ ഗിവ്സ് ടു എം 20,000 20,000, എൽ എന്ത് ചെയ്തു, എമ്മിന് കൊടുത്തു 20,000 ടു ബി ഗിവൺ ടു എൻ, എന്തിന്, എന്നിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് എം ഇൻഫോംസ്, എല്ല് നോക്കടാ, എമ്മിന് കൊടുത്ത് 20,000 എന്തിനാണ്, എന്നിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ല് എം, എം നിങ്ങളാണെന്ന് വിചാരിച്ചു, എൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. എല്ല് എമ്മിന്, ഞാൻ നിങ്ങൾക്ക് 20,000 രൂപ കൊടുത്തു, അത് നിങ്ങൾക്ക് ഉള്ള പൈസ ഇല്ല, അത് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, യെസ്. ആൻഡ് എം ഇൻഫോംസ്, നിങ്ങൾ എന്ത് ഇൻഫോം ചെയ്തു, എന്നിന് ഇൻഫോം ചെയ്തു എന്ത്, 20,000 രൂപ ഈ എല്ല് എനിക്ക് തന്നിട്ടുണ്ട് നിനക്ക് തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ ഹോൾഡിംഗ് ദ മണി ഫോർ ഹിം. ബട്ട് ആഫ്റ്റർ വേർഡ്സ്, കുറച്ച് കാലത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു, റെഫ്യൂസ് ടു പേ ദ മണി ടു എൻ, എന്നിന് നിങ്ങൾ പൈസ കൊടുക്കാൻ എന്ത് ചെയ്തു, കൊടുത്തില്ല നിങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ വിൽ ബി ദ എൻറ്റൈൽഡ് ടു റിക്കവർ ദ സെയിം ഫ്രം ദ എം. അങ്ങനെ വെച്ചാൽ എൻ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി. ഇപ്പൊ നമ്മൾ തമ്മിലാണ് ശരിക്കും കോൺട്രാക്ട്. ഞാൻ പറഞ്ഞു 20,000 രൂപ നീ ആർക്ക് കൊടുക്കണം, എന്നിന് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഉണ്ടോ ഞാനും എന്ത് ചെയ്യണം, അക്നോളജ്മെന്റ് ചെയ്യാണ്. ഞാനിത് വേറെ ഒരു ബെനഫിറ്റ് മറ്റോളം എന്ത് ചെയ്യാണ്, നമ്മളിങ്ങനെ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പൊ അക്നോളജ്മെന്റ് ഒരു എസ്റ്റോപ്പൽ എന്ന് പറയുന്ന കേസസിൽ അത് വരും. അതായത് ബെനഫിറ്റ് പോലെയൊക്കെ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 20,000 രൂപ, അക്നോളജ്മെന്റ് എന്നാണ് അറിയിക്കുക എന്നൊക്കെയാണ് അതിനർത്ഥം. യെസ്, അപ്പൊ നോക്കണേ 20,000 രൂപ നിങ്ങൾക്ക് തരാണ്. നിങ്ങൾ ആരെ അറിയിച്ചു ഇതിൽ, എന്നിനെ അറിയിച്ചു. നിങ്ങൾ എന്നിന് വേണ്ടിയിട്ട് പൈസ നിങ്ങൾ ഹോൾഡ് ചെയ്യണമെന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്നിന് പൈസ കൊടുക്കാതിരുന്ന എന്നിന് നിങ്ങൾ നമ്മളെ സ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്ത്, അക്നോളജ്മെന്റ് ഓർ എസ്റ്റോപ്പൽ എന്നൊക്കെ പറയുന്നത്. അറിയിക്കുക എന്നൊക്കെയാണ് അതിനർത്ഥം. ഓക്കെ ആണല്ലോ. യെസ്, അടുത്തതാണ് ഇൻ കേസ് ഓഫ് കൺവീനിയന്റ് ടു റണ്ണിങ് വിത്ത് ലാൻഡ്. ഓക്കെ, യെസ്, ഞാൻ നോക്കിക്കോ. ഇൻ കേസ് ചില ലാൻഡുമായിട്ടുള്ള ഡിസ്കഷൻസ് അല്ലെങ്കിൽ ലാൻഡുമായിട്ടുള്ള കുറച്ച് കേസസും കാര്യങ്ങളും. സപ്പോസ് ഇതൊരു എന്താ പറയാ അഗ്രികൾച്ചറൽ ലാൻഡ് ആണെന്ന് വിചാരിച്ചു. അപ്പോ ഇവിടെ ഇത് അഗ്രികൾച്ചർ ആരോ ലാൻഡ് ആണ്, ഇത് നിങ്ങളുടെ ലാൻഡ്. ഓക്കെ, നിങ്ങളുടെ ലാൻഡ്, ഇവിടെ കുറച്ച് ലാൻഡ് ഉണ്ട്. ഈ ലാൻഡ് നിങ്ങൾ വിൽക്കുകയാണ്. ഈ ലാൻഡ് എന്ത് ചെയ്യാണ്, വേറൊരാൾക്ക് വിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ വേറൊരാൾക്ക് വിൽക്കുക, എനിക്കാണ് വിൽക്കുന്നത് വിചാരിച്ചു, മർസൂക്കിന് വിൽക്കുകയാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ വിൽക്കുമ്പോ പറഞ്ഞു ഇവിടെ വലിയ വലിയ ഫാക്ടറീസ് തമ്മിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവരാൻ പറ്റില്ല ഈ ലാൻഡില്. കാരണം എന്താ വെച്ചാൽ ഈ അഗ്രികൾച്ചർ ലാൻഡ് ഇവിടെ പല കൃഷികളൊക്കെ വളർത്തുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വലിയ വലിയ എന്താ പറയാ ഇത് ഇപ്പൊ ആർക്കാ വിൽക്കുന്നത്, എനിക്കാ വിൽക്കുന്നത്, നിങ്ങൾ. ഓക്കെ, അപ്പൊ അവിടെ എന്താ പറയാ നിങ്ങൾ വലിയ വലിയ ഇതൊന്നും കെട്ടരുത്, അങ്ങനെ അല്ലെങ്കിൽ ഈ കൃഷിക്ക് എന്താ പറയാ ദോഷകരമാവുന്ന രൂപത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ആരൊക്കെ തമ്മിൽ എഗ്രിമെന്റ്, ഞാനും നിങ്ങളും, നിങ്ങളുടെ ലാൻഡാണ്, പ്രോപ്പർട്ടിയാണ്. അപ്പോ അത് പിന്നെ എന്ത് ചെയ്തു, നിങ്ങൾ ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിച്ചോ. എന്ത്, നിങ്ങൾ അവിടെ അങ്ങനത്തെ അല്ലാത്ത കൺസ്ട്രക്ഷൻസ് ഒരുപാട് നടത്തി. അങ്ങനെയാണെങ്കിൽ ഇതിലേ ഇല്ലാത്ത ഈ ലാൻഡിന്റെ ഓണർ ഇല്ല, ഈ അഗ്രികൾച്ചർ ലാൻഡിന്റെ ഓണർ, അവർക്ക് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. എന്താ കാരണം അയാളെ ബാധിക്കല്ലടാ അത്. അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റും. അതേപോലത്തെ ഒരു എക്സാമ്പിൾ ഇവിടെ വന്നു. അപ്പൊ ഇങ്ങനത്തെ സെറ്റിൽമെന്റ്, ഇങ്ങനത്തെ കേസ് ഓഫ് എന്താ പറയാ ലാൻഡുമായിട്ടുള്ള കോൺട്രാക്റ്റുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ കൺവിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഉടമ്പടി. ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഞാനും നിങ്ങളും തമ്മിലാണ് ശരിക്കും ഉടമ്പടി ഉള്ളത്. അത് ബ്രേക്ക് ചെയ്തപ്പോ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഈ അഗ്രിമെന്റിന്റെ ലാൻഡിന്റെ ഓണർക്ക് നമ്മളെ സ്യൂ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻടു ത്രൂ ആൻ ഏജന്റ്. ഒരു ഏജന്റിലൂടെ എന്ത് ചെയ്യുന്നത്, എൻട്രി ചെയ്യുന്ന കോൺട്രാക്ട്. നോക്കിക്കോ, പ്രശാന്ത് അപ്പോയിന്റ്സ് അഭിനവ് ആസ് ഹിസ് ഏജന്റ് ടു സെൽ ഹിസ് ഹൗസ്. നോക്കിക്കോ, പ്രശാന്ത് എന്ത് ചെയ്തു, അഭിനവിനെ അയാളുടെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അഭിനവ് സെൽ ഹിസ് ഹൗസ് ടു തരുൺ. അഭിനവ് എന്ത് ചെയ്തു, വിൽക്കും ചെയ്തു, തരുണിന് വിൽക്കും ചെയ്തു. നൗ പ്രശാന്ത് ഹാസ് റൈറ്റ് ടു റിക്കവർ ദ പ്രൈസ് ഫ്രം തരുൺ. അങ്ങനെയാണെങ്കിൽ പ്രശാന്ത്, അതിന്റെ റിയൽ ഓണർ ഇല്ല, റിയൽ ഓണറിന് തരുണിന്റെ അഥവാ തരുൺ പൈസ കൊടുത്തില്ല ആർക്ക്,
നമ്മുടെ അഭിനവിന് കൊടുത്തില്ല എന്ന് വിചാരിച്ചു. കാരണം അഭിനവാണ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അഭിനവിന് കൊടുത്തിട്ടില്ലെങ്കിൽ തരുണിന് എന്തിന് പ്രോപ്പർട്ടി അധികാരമുണ്ട്, തരുണിന് അധികാരമുണ്ട്. തരുണിന് ആ പൈസ റിക്കവർ ചെയ്യണം. ആക്ച്വലി ആരൊക്കെ കോൺട്രാക്ട് തമ്മിലുള്ളത്? അഭിനവും തരുണും തമ്മില്. പക്ഷെ എന്നാലും ഇത് ഓണർ ആയതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇവിടെ പ്രശാന്തിന് ആ ഒരു പൈസ, തരുണിന്റെ പൈസ മേടിക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ എന്തും ചെയ്യാം. ഓക്കെ, കേസ് കൊടുക്കാം, അതുമായിട്ട് മുന്നോട്ട് പോവാം. ഇതുപോലെ തന്നെ ഇപ്പൊ കേസ് അടാ. അപ്പൊ ലുലു മാളിന്റെ ലുലുവിൽ നടക്കുന്നപ്പോ ഓരോ ഇത് എന്ത് ചെയ്യുന്നത്, എം എ യൂസഫ് അലി ഡയറക്റ്റ് വന്ന് ചെയ്യണോ? അല്ല, എം എ യൂസഫ് അലിയുടെ ഏജൻസ് ആണ് ഓരോ കാര്യങ്ങളും ഇപ്പൊ ലുലു മാളിൽ ചെയ്യുന്നത്. അപ്പൊ ലുലു മാളിൽ ഇപ്പൊ യൂസഫ് അലിക്ക് കിട്ടേണ്ട പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ലുലു ശരിക്കും ആ ഏജന്റും ആരുമായിട്ടാണ് കോൺടാക്ട് ഉള്ളത്. അതിൽ എന്താ പറയാ, ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള എന്താ യൂസഫ് അലിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി ചെയ്യാൻ പറ്റും. അതായത് അങ്ങനെ ഏജന്റുമായിട്ടുള്ള കോൺട്രാക്റ്റുകളിൽ പ്രിൻസിപ്പിൾക്ക് ആരാണ് പ്രിൻസിപ്പൾ? പ്രിൻസിപ്പൾ അപ്പൊ ഇതിലാരാ പ്രിൻസിപ്പൾ? പ്രശാന്ത് ആണ് അതിന്റെ ആക്ച്വൽ പ്രിൻസിപ്പൾ. ഏജന്റ് ആണ് ആര്? അഭിനവ്. ഓക്കെ, അപ്പൊ ആ പ്രിൻസിപ്പൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ഇടപെടാൻ പറ്റും, അതിൽ കേസ് കൊടുക്കാൻ പറ്റും, സ്യൂ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി ഇപ്പൊ പറഞ്ഞു, ഒരു കോൺട്രാക്ട് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? കൺസിഡറേഷൻ വേണം. ഓക്കെ, നിർബന്ധമാണല്ലോ. പക്ഷേ ഇനി നമ്മൾ അതിനും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്താ പറഞ്ഞത്? വാലിഡിറ്റി ഓഫ് എൻ അഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും താഴെ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്താ, അതൊക്കെ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും വാലിഡ് ആണ്. ഓക്കെ, യെസ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക് ആണ്, ഇത് എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. എന്താ നോക്കിക്കോ, നേച്ചർ, ലവ് ആൻഡ് അഫെക്ഷൻ. ഓക്കെ, നേച്ചർ, ലവ് ആൻഡ് അഫെക്ഷൻ. നോക്കിക്കോ, കണ്ടീഷൻ ടു ബി ഫുൾഫിൽഡ് അണ്ടർ ദ സെക്ഷൻ 2 ക്ലോസ്. ഇപ്പൊ നമ്മളെ നല്ല ഇഷ്ടത്തോടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗിഫ്റ്റോ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഭാര്യക്ക് മേടിച്ചു കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണോ? ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അപ്പൊ നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻസിന്റെ പേരിലാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ അവൾ തിരിച്ചൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ സപ്പോസ് എന്റെ ഭാര്യക്ക് ഒരു കാറ് മേടിച്ചു കൊടുത്തു, അവൾ തിരിച്ച് എനിക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ എന്റെ കാറ് അവൾക്ക് ഞാൻ കൊടുത്തു, അവരൊന്നും തിരിച്ചു തരുന്നു, ഒരു കൺസിഡറേഷനും തരുന്നില്ല. എന്നാ പോലൂടെയും അവൾക്ക് ആ കാറിൽ റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. കാരണം നേച്ചറൽ ലവ് ആൻഡ് അഫെക്ഷനിൽ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും എന്താണ്, വാലിഡ് ആണ്. പക്ഷെ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? ഇറ്റ് മസ്റ്റ് മെയ്ഡ് ഔട്ട് ഓഫ് ദി നേച്ചർ, ലവ് ആൻഡ് അഫെക്ഷൻ. നമുക്ക് നോക്കുമ്പോഴേ മനസ്സിലാക്കണം എന്ത്, ബിറ്റ്വീൻ ദ പാർട്ടീസ് അവിടെ ഒരു ലവ് അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ, ഒരു ബന്ധം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. അവിടെ ഒരു ബന്ധമാണ്, മനസ്സിലാവും. ബന്ധമല്ലാതെ നാട്ടുകാരായിട്ടൊന്നും പറ്റില്ല. ഓക്കെ, പാർട്ടീസ് മസ്റ്റ് സ്റ്റാൻഡ് ഇൻ നിയർ റിലേഷൻ ടു ഈച്ച് അതർ. അവർ പരസ്പരം ഒരു ബന്ധമാണ്, നല്ല റിലേഷൻഷിപ്പിലായിരിക്കണം, അടുത്ത ബന്ധമാണ്. ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. അതെന്ത് ചെയ്യണം? റൈറ്റിംഗ് എഴുതണം, എഴുതുവാണ്. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് അണ്ടർ ലോ. ഓക്കെ, അതെന്ത് ചെയ്യണം? രജിസ്റ്റേർഡ് അണ്ടർ ലോ. ലോയുടെ പ്രകാരം അത് രജിസ്റ്റർ ചെയ്തതും ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ നോക്കിക്കോ. എ ഹസ്ബൻഡ് ബൈ എ രജിസ്റ്റേർഡ് അഗ്രിമെന്റ് പ്രോമിസ് ടു പേ ഹിസ് ഏർണിങ്സ് ടു ഹിസ് വൈഫ് ഹെൽഡ് അഗ്രിമെന്റ് ത്രൂ വിത്തൗട്ട് കൺസിഡറേഷൻ. ഇപ്പൊ ഒരാളുടെ ഒരു ഹസ്ബൻഡ് എന്ത് ചെയ്തു, ഒരു രജിസ്റ്റേർഡ് അഗ്രിമെന്റിലൂടെ എന്ത് ചെയ്തു, ഒരു അഗ്രിമെന്റ് എഴുതിയിട്ട് തന്നെ പറഞ്ഞു എന്ത്, പ്രോമിസ് ടു പേ പറഞ്ഞു എന്ത്, ഹിസ് ഏർണിങ്സ്, അയാളുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ടു ഹിസ് വൈഫ്, അയാളുടെ വൈഫിനാണ്. അങ്ങനെ പറഞ്ഞ ഹെൽഡ് ദ അഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വാലിഡ്. അങ്ങനെ വെച്ചാൽ അത് വാലിഡ് ആയിട്ടുള്ള ഒരു. ഇപ്പൊ എന്തൊക്കെയാണ് 4 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നേച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻസ് ബിറ്റ്വീൻ ദ പാർട്ടീസ് വേണം. 2 എന്ന് പറയുന്നത് നിയർ റിലേഷൻഷിപ്പ് വേണം. 3 എന്ന് പറയുന്നത് ഇൻ റൈറ്റിംഗ് ആയിരിക്കണം. 4 എന്ന് പറയുന്നത് എന്താണ്, ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദ ലോ, രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, രജിസ്ട്രാർ എന്നൊക്കെ കേട്ടിട്ടുള്ള, രജിസ്റ്റർ ആയിരിക്കണം, ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്തതായിരിക്കണം ആ ലോ, ആ ഒരു എന്താണോ നിങ്ങൾ ഓഫർ ചെയ്ത വെച്ചാൽ അത്. ഓക്കെ, അതുപോലെ തന്നെ എക്സാമ്പിൾ 22 ഉണ്ടോ, സെയിം എന്താ പറയാ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഇനി
കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസസ്. ഇനി ചില ആളുകൾ കോമ്പൻസേഷൻ കൊടുക്കും. കോമ്പൻസേഷൻ ഇപ്പൊ സപ്പോസ് ഞാൻ നിങ്ങളെ ഇപ്പൊ ചെറുപ്പത്തില് ഇപ്പൊ എന്നെ ഓക്കെ നിങ്ങൾ സഹായിച്ചു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ചെറുപ്പമായി നിങ്ങളെ പഠനത്തിന് ഇപ്പൊ നിങ്ങളിപ്പോ CA പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് CA പഠിക്കാനുള്ള എന്തില്ല, പൈസയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിച്ചു, നിങ്ങൾക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ തന്നിട്ട് നിങ്ങളെ എന്ത് ചെയ്തു, പഠിപ്പിച്ച് വലുതാക്കി. ഓക്കെ, നിങ്ങൾ അങ്ങനെ വലുതായി, നിങ്ങൾ CAക്കായി. നിങ്ങൾ അങ്ങനെ CA കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു, എനിക്കൊരു കാർ എനിക്ക് കൊടുന്നു. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചില്ലേ അതിന് പകരമായിട്ട് നിങ്ങൾ എനിക്കൊരു കാർ മേടിച്ചു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് കണ്ടോ, കോമ്പൻസേഷൻ. നിങ്ങൾ തരുന്ന എനിക്കൊരു കോമ്പൻസേഷൻ. വാസ്റ്റ് വോളണ്ടറി സർവീസസ്, ഞാൻ നിങ്ങൾക്ക് വെറുതെ തന്നിരുന്ന സർവീസ് ഉണ്ടല്ലോ. യെസ്, ഏത് നിങ്ങളെ പഠിപ്പിച്ചു എന്ന് പറയുന്ന സർവീസിന് നിങ്ങൾ തന്ന ഇതാണ് എന്ത്, കാർ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വല്ല കൺസിഡറേഷൻ തരുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇവെന്തോ അത് വാലിഡ് ആണ്. ഓക്കെ, അതാണ് സെക്ഷൻ കോമ്പൻസേഷൻ ഫോർ ദ പാസ്റ്റ് വോളണ്ടറി സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, പക്ഷെ ഇതിന് കുറച്ച് എന്താ പറയാ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നെന്താ, ദ സർവീസ് ഷുഡ് ഹാവ് ബീൻ റെൻഡേർഡ് വോളണ്ടറി. ഒരു ഉദ്ദേശവും ഇല്ലാതെ, അതായത് നിങ്ങളെക്കൊന്ന് പൈസയൊന്നും മേടിക്കാതെ തന്നെ, ഒന്നും മേടിക്കാതെയാണ് ഞാൻ നിങ്ങൾ എന്ത് ചെയ്തത്, CA പഠിപ്പിച്ചു തന്നത് അല്ലെങ്കിൽ CA ആക്കിയത്. നിങ്ങളെക്കൊന്നും ഒരു രൂപ മേടിച്ചിട്ടില്ല. അങ്ങനെ വോളണ്ടറി എന്താ പറയാ സ്വമേധയാ ഒരു രൂപ ഒരു ബെനിഫിറ്റും ഇല്ലാതെ മറിച്ചാണ്. ദ സർവീസ് മസ്റ്റ് ഹാവ് ബീൻ റെൻഡേർഡ് ഫോർ ദ പ്രോമിസർ. പ്രോമിസർക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം, നിങ്ങൾക്ക് തന്നെ വേണ്ടിയിട്ടാണല്ലോ ഞാൻ തന്നത്. അപ്പോൾ നിങ്ങളാണ് എന്ത് ചെയ്തത്, പിന്നീട് കാർ എനിക്ക് മേടിച്ചു തന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രോമിസർക്ക് എന്താ പറയാ മസ്റ്റ് ഹാവ് ബീൻ റെൻഡേർഡ് ഫോർ ദ പ്രോമിസർ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പ്രോമിസർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, നിങ്ങൾ കാർ മേടിച്ചു തരാന്ന് എനിക്ക് പ്രോമിസ് ചെയ്തു ഭാവിയിൽ. അപ്പൊ നിങ്ങളാണ് അവിടുത്തെ പ്രോമിസർ. ഓക്കെ, ദ പ്രോമിസർ മസ്റ്റ് ഹാവ് ഇൻ ദ എക്സിസ്റ്റൻസ് ആൻഡ് ദ ടൈം വെൻ ദ സർവീസ് വർ റെൻഡേർഡ്. പ്രോമിസർ എന്താ പറയുക, എക്സിസ്റ്റൻസിൽ വേണമെന്ന് പറയുന്നത്. എക്സിസ്റ്റൻസ് ആയിരിക്കണം, അവർ നിലനിൽക്കണം. ഓക്കെ, എപ്പോ the service rendered, service render ചെയ്തപ്പോ the promises must have intent to compensate the promisee. പ്രോമിസർക്ക് അങ്ങനെ ഒരു എന്തും വേണം, ഒരു അങ്ങനെ ഒരു ഇന്റൻഷൻ കൂടെ വേണം. ഓക്കെ, ദ പ്രോമിസർ നിങ്ങൾക്ക് എന്ത് വേണം, മസ്റ്റ് ഹാവ് ഇന്റൻഷൻ ടു കോമ്പൻസേറ്റ് ദ പ്രോമിസി. എന്നെ ഭാവിയിൽ എന്താ പറയാൻ പറ്റും, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇന്റൻഷൻ കൂടെ വേണം പറയാം. നോക്കിക്കോ, P finds R's wallet and gives to him. P എന്ത് ചെയ്തു, ആറിന് അയാളുടെ സാധനം കളഞ്ഞു പോയി. അങ്ങനെ അത് എന്ത് ചെയ്തു, P ആറിന് കൊടുത്തു. R promised to give 10,000 this. അതിന് പകരമായിട്ട് 10,000 രൂപ എന്ത് ചെയ്തു, ആറ് Pക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചാൽ അതെന്ത് ഒരു വാലിഡ് അഗ്രിമെന്റ് ആണ്. കാരണം അയാൾ വോളണ്ടറി ചെയ്ത ഒരു കാര്യം, അയാളുടെ ഇഷ്ടാനുസരണം ചെയ്തതാണ് എന്ത്, P ഫൈൻഡ് ചെയ്ത ഗുഡ്സ് അയാളുടെ വാലറ്റ് അയാൾ തിരിച്ചു എത്തിച്ചു. അപ്പൊ 10,000 രൂപ ആരോ പ്രോമിസ് ചെയ്തു, ആർ ഓഫർ ചെയ്തു. അതെന്താണ്, വാലിഡ് കോൺട്രാക്ട് ആണ്. ഓക്കെ, ഇനി പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെപ്റ്റ്. എന്താണ് ടൈം ബാർഡ് ഡെപ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഒരാള് നോക്കടാ, രണ്ടാള് തമ്മിൽ ഇപ്പൊ നോക്കിക്കോ, A ഈസ് ഇൻഡെപ്റ്റഡ് ടു C ഫോർ 60,000. A Cക്ക് 60,000 രൂപ കൊടുക്കാണ്ട്. ബട്ട് ദ ഡെപ്റ്റ് വാസ് ടൈം ബാർഡ് ബൈ ലിമിറ്റേഷൻ ആക്ട്. ടൈം ലിമിറ്റേഷൻ ആക്ട് പ്രകാരം അതിന്റെ സമയം കഴിഞ്ഞു. അത് എനിക്കറിയാം 3 years ആണ്. 3 years ചോദിച്ചതൊന്നുമില്ല. ഈ 60,000 ആര് ചോദിച്ചില്ല, C Aനോട് ചോദിച്ചില്ല. അങ്ങനെ വെച്ചാൽ ഒരു 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ കേസ് കൊടുത്തിട്ട് ഒന്നും കാര്യമില്ല. കാരണം ടൈം ബാർഡ് ലിമിറ്റ്, ആ ലിമിറ്റേഷൻ കഴിഞ്ഞു. ഓക്കെ, ആ സമയം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സൈൻ എ റിട്ടേൺ പ്രോമിസ് നോട്ട് ടു പേ 50,000. അങ്ങനെ എന്ത് ചെയ്തു, 50,000 റുപ്യ A Cക്ക് കൊടുക്കാന്ന് പിന്നെ എന്ത് ചെയ്തു, റിട്ടേൺ അഗ്രിമെന്റിൽ എഴുതി, ഇൻ ദ ഫൈനൽ സെറ്റിൽമെന്റ് ഓഫ് ദ ഡെപ്റ്റ്. അങ്ങനെ ഫൈനൽ സെറ്റിൽമെന്റ് ചെയ്യാന്ന് പറയുന്നത്. ദിസ് ഈസ് എ കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ. ഇതെന്ന് പറയുന്നത് എന്താ, പിന്നെ അവിടെ ശരിക്കും മറ്റേ കൊടുക്കണ്ടായിരുന്നു, പിന്നെ അയാൾ വീണ്ടും കൊടുത്തു. അങ്ങനെ 50,000 അയാൾ വീണ്ടും കൊടുക്കല്ലേ ചെയ്തത്. അയാൾ ടൈം ബാർഡ് ഡെപ്റ്റായി, പിന്നെ ആ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. യെസ്, ആ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം കഴിഞ്ഞു. ഇനി 50,000 റുപ്യ അയാൾ കൊടുക്കാന്ന് പറഞ്ഞു, അവിടെ അപ്പൊ ആക്ച്വലി കൺസിഡറേഷൻ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് എന്താണ്, വാലിഡ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, യെസ്. അടുത്തതാണ് ഏജൻസി. അക്കോർഡിംഗ് ടു ഏജൻസി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, നോ കൺസിഡറേഷൻ ഈസ് നെസസറി ടു ക്രിയേറ്റ് ഏജൻസി. ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, അവിടെ കൺസിഡറേഷന് ആവശ്യം ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. പിന്നെ കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. ഇൻ കേസ് ഓഫ് ദ കംപ്ലീറ്റഡ് ഗിഫ്റ്റ് നോ റോൾ. ഗിഫ്റ്റ് കൊടുക്കില്ലടാ, ഗിഫ്റ്റ് കൊടുക്കുന്നതിലൊന്നും എന്തില്ല,
എന്തില്ല, അവിടെ കൺസിഡറേഷൻ വേണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഒരാളുടെ മാരേജ് ഗിഫ്റ്റ് കൊടുക്കണം, അയാൾക്ക് ഒരു കാർ എന്താ വെച്ചാൽ മേടിച്ചു കൊടുത്തു, അവിടെ നമുക്ക് തിരിച്ചു പോലെ കൺസിഡറേഷൻ, നോ കൺസിഡറേഷൻ അങ്ങനത്തെ ഗിഫ്റ്റ്. പിന്നെ അതുപോലെ തന്നെയാണ് എന്ത്, ബെയിൽമെന്റ്, നോ കൺസിഡറേഷൻ റിക്വയർഡ്. ബെയിൽമെന്റ് എന്ന് പറയുന്നത് നോക്കിക്കോ, മിസ്റ്റർ എ ഹാൻഡ് ഓവർ ഹിസ് ദ കീസ് ഓഫ് ഇറ്റ്സ് ഗോഡൌൺ. നോക്കടാ, മിസ്റ്റർ എ എന്ത് ചെയ്തു, അയാളുടെ ഗോഡൌണിന്റെ കീ ആർക്ക് കൊടുത്തു, മിസ്റ്റർ വൈ കൊടുത്തു. ഓക്കെ, ആസ് മിസ്റ്റർ വൈ ഹാഡ് ഡെപ്പോസിറ്റഡ് ഹിസ് ഗുഡ് ദ സെയിം. അയാൾ എന്ത് ചെയ്തു, വൈ എന്ത് ചെയ്തു, അയാളുടെ ഗുഡ്സ് എ ബിക്ക്, വൈന് എന്ത് ചെയ്തു, അയാളുടെ എന്താ പറയാ ഗോഡൌണിന്റെ കീ കൊടുത്തു മിസ്റ്റർ വൈക്ക്. മിസ്റ്റർ വൈ എന്ത് ചെയ്തു, അയാളുടെ ഗുഡ്സ് അവിടെ കൊടുത്ത് വെക്കുകയും ചെയ്തു. മിസ്റ്റർ വൈ ഗെറ്റ്സ് പൊസിഷൻ ഓഫ് ദ ഗോഡൌൺ ബട്ട് നോട്ട് ദ ഓണർഷിപ്പ്. ജസ്റ്റ് അത് നോക്കാൻ പറഞ്ഞു, പറഞ്ഞോടാ ഇതൊന്ന് നോക്ക് എന്റെ ഗോഡൌണ്, എന്നിട്ട് പറഞ്ഞിട്ട് വൈക്ക് എന്ത് ചെയ്തു, ആ ഒരു കീ കൊടുത്തു. ചിലപ്പോ വല്ല ട്രിപ്പ് എന്തെങ്കിലും പോവായിരിക്കും. യെസ്, അപ്പൊ എന്ത് ചെയ്തു, വൈ അവിടെ കൊടുന്ന് എന്ത് ചെയ്തു, വെക്കും ചെയ്തു, എന്ത്, കുറെ ആളുടെ കുറച്ച് ഗുഡ്സ്. ഓക്കെ, ഇപ്പൊ ഇപ്പൊ ആരുടെ പൊസഷൻ, ആരുടെ കൈവശം ഉള്ളത് ഈ ഗോഡൌൺ, വൈയുടെ വകതാണ്. പക്ഷെ ഓണർഷിപ്പ് ആരുടെ, എ ആണ്. As the soon as Mr. Y lift his goods from the godown, is liable to hand over the keys to back to A. അങ്ങനെ എന്ത് ചെയ്തു, ആസ് സൂൺ ആസ് മിസ്റ്റർ വൈ എന്ത് ചെയ്തു, ലിഫ്റ്റ് ഗുഡ്സ്, അയാളുടെ ഗുഡ്സ് എന്ത് ചെയ്തു, അയാളുടെ അടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഫ്രം ദ ഗോഡൗൺ ഈസ് ലാബിൾ ടു ഹാൻഡ് ഓവർ ദ കീസ് ബാക്ക് ടു മിസ്റ്റർ എ. എന്നുവെച്ചാൽ അയാൾ എന്ത് ചെയ്യണം, മിസ്റ്റർ ബാക്ക് തിരിച്ചു കൊടുക്കണം. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടി. ഇവിടെ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ലെങ്കിലും ആ ബെയിൽമെന്റ് എന്താണ്, കറക്റ്റ് ആണ്. ബെയിൽമെന്റ് എന്താണ്, വിത്തൗട്ട് കൺസിഡറേഷനും എന്താണ്, വാലിഡ് ആണ്. ചിലപ്പോൾ നമ്മൾ ഇപ്പൊ നമ്മുടെ വീട്ടുകാരൊക്കെ ഗൾഫിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോ അവരുടെ കാറൊക്കെ ചിലപ്പോൾ നമ്മളെടുത്ത് തരും, മനസ്സിലാവുന്നുണ്ടോ, അവിടെ അയാൾ പൈസ ഒന്നും തന്നെയില്ല, പക്ഷെ വേറെ ചിലവന്നോട് പറയുന്നത് കാർ നീ ഉപയോഗിച്ചോ എന്നൊക്കെ പറയും, മനസ്സിലായി. അപ്പൊ ശരിക്കും കാർ ഉപയോഗിച്ചോ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്, നമുക്ക് അവിടെ കൺസിഡറേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ തിരിച്ച് എന്ത് ചെയ്യുന്നു, തിരിച്ചൊരു കൺസിഡറേഷൻ കൊടുക്കുന്നില്ലെങ്കിൽ കൂടി അതെന്താ, വാലിഡ് ആണ്. ബെയിൽമെന്റ് കാരണം എന്താ, അപ്പോ ഈ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ബെയിൽമെന്റിനെ പറ്റി നമുക്ക് ഇനി കൂടുതൽ ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. സോ ഡോണ്ട് വറി, നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ബെയിൽമെന്റ് എന്താണെന്ന് മനസ്സിലാവും. ഏജൻസി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്, മനസ്സിലായി, ഏജൻസി അവിടെ നിന്നാണ് അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലാവും. അടുത്താണ് ചാരിറ്റി. ചാരിറ്റി പറഞ്ഞാൽ എന്താ, ചാരിറ്റിക്ക് വേണ്ടിട്ട് കൊടുക്കില്ല. ചാരിറ്റിക്ക് വേണ്ടിട്ട് കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ട്, അവിടെ കൺസിഡറേഷൻ വേണമെന്നില്ല. അവിടെ വിത്തൗട്ട് കൺസിഡറേഷനും കോൺട്രാക്ട് എന്താണ്, വാലിഡ് ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഈ നേച്ചർ ഓഫ് ലവ് ആൻഡ് അഫെക്ഷനും, അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഫോർ വാസ്റ്റ് വോളണ്ടറി സർവീസസ്, ഇതും മേ ബി ചോദിക്കാം. ഓക്കെ, ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. മേ ബി ഇതും ചോദിച്ചു കണ്ടിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ ഇതിൽ അഞ്ചെണ്ണൊക്കെ ചോദിച്ച് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് പറയും. ഇതാണ് എന്ത്, കൺസിഡറേഷനും ഇല്ലെങ്കിലും വാലിഡ് ആവുന്ന കോൺട്രാക്ട്സ്. വിത്തൗട്ട് വാലിഡിറ്റി ഓഫ് ആൻ അഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇതൊക്കെ വാലിഡ് ആവും. അതുകൂടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ സമ്മറി നോക്കിയേ, സമ്മറിയിൽ കണ്ടോ, ലീഗൽ റൂൾസ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് സമ്മറി ചെയ്യുക, വായിക്കുക, MCQs വർക്ക്ഔട്ട് ചെയ്യുക. MCQs വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളൊക്കെ എന്താ പറയാ, ആ ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി ക്ലിയർ ആവുന്നത്. ഓക്കെ, യെസ്. പിന്നെ എന്ത് ചെയ്യുക, അപ്പൊ അത് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 2 മാത്രമേ ഉള്ളൂ, ഒരു കേസ് സ്റ്റഡി മാത്രം. അപ്പോൾ അതിലൂടെ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി കിട്ടും അബൌട്ട് ദ ഹോൾ ചാപ്റ്റർ. ഓക്കെ, അതോടുകൂടെ നമ്മുടെ ഈ ചാപ്റ്റർ 2 അല്ലെ, കൺസിഡറേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് 2 കഴിഞ്ഞു. നമ്മൾ യൂണിറ്റ് 3 ആയിട്ട് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ വരും. അപ്പോഴേക്കും ഗുഡ് ബൈ. സോ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.